എന്താ നേരിടാൻ പത്രം നേരിട്ടു. സത്യ, സത്യ, അപ്പൊ ഇതില് പറയണത് വാടകയ്ക്ക് കൊടുത്ത കെട്ടിടങ്ങളൊക്കെ ഇനിയിപ്പൊ അവരുടെ ആവുന്നു. അതെ അമ്മേ, അതാ പറയണതേ. അതായത് ഇപ്പൊ കുറെ വർഷങ്ങളായിട്ട് നമുക്കിപ്പോ അവര് വാടക തന്നോണ്ടിരിക്കുകയാണല്ലോ. അതെ. അപ്പൊ അങ്ങനെ ഒരുപാട് വർഷങ്ങളായിട്ട് ഇങ്ങനെ വാടക കൊടുത്തോണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇപ്പൊ ഈ മാർച്ച് 31 ശേഷം ഈ കടയുടെ ഉടമസ്ഥാവകാശം അവർക്ക് കിട്ടുന്ന പറയണ്. എന്താ തോന്നിയ സാറേ പറയണത്? തോന്നിയ ഞാൻ പറയണതല്ല അമ്മേ, സർക്കാർ പറയണത് അങ്ങനെയാണ്. ഇപ്പോ സർക്കാരാണ് അത് പറയാൻ പാടില്ല. അത് സർക്കാരിന്റെ ആണോ? അത് നമ്മുടെ അല്ലേ? അപ്പൊ നമ്മളല്ലേ തീരുമാനിക്കണം അത് ആർക്ക് കൊടുക്കണമെന്ന്. അതെ, അതന്നെയാണ് വേണ്ടത്. അതൊന്നും നടക്കില്ല. നടക്കില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യും, അവരോടൊക്കെ അവിടുന്ന് മാറാൻ പറയും. അല്ല, അവരോടൊപ്പം അങ്ങോട്ട് പെട്ടെന്ന് മാറുമെന്ന് പറഞ്ഞപ്പോ അവര് മാറുവോ? എന്താടാ ബുദ്ധിയില്ലേ നിനക്ക്? നീ അവിടെ ഇപ്പൊ കുറച്ചെങ്കിലും ഒരു വിവരമുള്ള ആരെങ്കിലും ഉണ്ടോ അവിടെ? അതിലിപ്പോ അവിടെ മറ്റേ ശീതളനാണ് കുറച്ചൊരു പകുതിരിവുള്ളത്. ശീതളനോ? സുഗതം പക്ഷെ അത്ര ശരിയില്ല. ഒരു കാര്യം ചെയ്യാ, ശീതളനെ വിളിച്ചിട്ട് പറയേ ഒന്ന് അവിടുന്ന് മാറണം, ആ കടമുറിയൊക്കെ ഒന്ന് വലുതാക്കാൻ പോവാണ്, പണിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും വാടകയ്ക്ക് വരാൻ പറയും. അമ്മ മാറണമെന്ന് പറഞ്ഞാ പിന്നെ മാറുമല്ലോ, അത് പറയാലോ നമുക്ക്. പറയടാ. എന്നാ വിളിച്ചു പറയാം. അതെ, ഇക്കാര്യൊന്നും മിണ്ടണ്ട. അത് പറയണ്ട. അല്ല, അതൊക്കെ ഇവര് അറിഞ്ഞിട്ടുണ്ടാവൂലോ. ഹലോ ഹലോ. ശീതള, എന്തൊക്കെയുണ്ട്? സുഖായിരിക്കുന്നു. ഞാൻ ഇന്നലെ അതില് വരണമെന്ന് വിചാരിച്ചതാ. പക്ഷെ പിന്നെ വരാൻ പറ്റിയില്ല. അതെല്ലേ? അല്ല, വാടകയുടെ സമയം ആയിട്ടില്ലല്ലോ. അല്ല, വാടകയ്ക്കല്ല, ഇത് വേറൊരു കാര്യം പറയാനേ. എന്തായിരുന്നു? ഒന്നുമില്ല. ഞങ്ങളിപ്പോ എന്താണെങ്കിൽ നമ്മുടെ കടമുറികൾ ഉണ്ടല്ലോ, അത് മൊത്തത്തിൽ അവിടുന്ന് ഇടിച്ച് പൊളിച്ചിട്ട് അവിടെ വേറെ വലിയൊരു ബിൽഡിംഗ് കെട്ടാനുള്ള പരിപാടിയിലാ. അതെല്ലേ? അപ്പൊ അതിന്റെ മുകളിലേക്കും കെട്ടണം. ഒരു മൂന്ന് നില മുകളിലേക്ക് പണിയാനൊക്കെ ഉള്ള ഒരു പ്ലാനിലാണ് ഇപ്പൊ ഉള്ളത്. അപ്പോ എപ്പോഴെങ്കിലും അത് അധികം വൈകാതെ തന്നെ ഒന്ന് അവിടുന്ന് മാറാനുള്ള ഒരു സൗകര്യം ആലോചിച്ചോ. അല്ല, അതിപ്പോ നമുക്കിപ്പോ അവിടെ സൗകര്യം കുറവൊന്നുമില്ല. അല്ല, നിങ്ങൾക്ക് സൗകര്യം കൂട്ടാനല്ല, ഞങ്ങൾക്ക് അത് ആ ബിൽഡിംഗ് പൊളിച്ചിട്ട് അവിടെ വേറെ പണിയാനാണേ. അല്ല, അതായിക്കോട്ടെ. അതിപ്പോ നമുക്കേ പെട്ടെന്ന് അതിന്റെ ഇത് നടക്കില്ല. എന്താ വെച്ചാലേ നമുക്കത് അങ്ങനെ പെട്ടെന്ന് കച്ചവടം സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അതെന്താ പറ്റില്ലാന്ന് പറഞ്ഞാൽ പറ്റില്ല തന്നെ. നമുക്ക് ഈ ലോണും പിന്നെ കൂറിയും കാര്യങ്ങളൊക്കെ വിളിച്ചിട്ടാണല്ലോ സത്യമായിട്ട് കച്ചവടം നടക്കണത്. അപ്പൊ അതൊക്കെ ഇങ്ങനെ അടച്ചോണ്ടിരിക്കുന്ന സമയമാണേ. അപ്പൊ നമുക്ക് ഈ ബിൽഡിംഗ് പണിയാൻ വേണ്ടിട്ട് വലിയൊരു പീരീഡ് നമ്മള് ഗ്യാപ്പ് എടുക്കാന്ന് പറഞ്ഞാൽ ആ കച്ചവടം ആകെ തകർന്നു. ഇല്ല, നിങ്ങളൊരു കാര്യം ചെയ്യേ, നിങ്ങൾ ഒരു 2-3 ദിവസത്തിനുള്ളിൽ വേറൊരു കട കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ട് മാറിക്കോ. 3 ദിവസം കൊണ്ടോ? വേണ്ട,
നിങ്ങൾ ഒരു 5 ദിവസം എടുത്തോ അല്ലെങ്കിൽ ഒരാഴ്ച എടുത്തോ? ഒരാഴ്ച കൊണ്ട് എവിടെ കിട്ടാ? അല്ല അങ്ങനെ പറഞ്ഞ പിന്നെ ഞങ്ങൾക്ക് ബിൽഡിംഗ് പണിയണ്ടേ വേറെ? ബിൽഡിംഗ് നിങ്ങൾ ഇപ്പൊ പണിയണ്ടെന്ന് വെച്ചാൽ മതിയല്ലോ. ഞങ്ങളൊന്ന് ഒന്ന് ഒന്ന് പച്ച പിടിക്കട്ടെ. അപ്പൊ നീ മാറൂലേ? മാറില്ല എന്ന് പറഞ്ഞ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് കച്ചവടം നിർത്തുന്ന പറഞ്ഞാൽ ഒന്നും നിർത്താൻ പറ്റില്ല ചേട്ടാ. എന്നാ പിന്നെ നീ ഒരു കാര്യം മനസ്സിലായിക്കോ. നീ മാത്രല്ല മറ്റേ സുഗതന്റെ അടുത്തും ആ സ്തുതിയുടെ അടുത്തും ഒക്കെ പറഞ്ഞോ. ആരടുത്തും പറയാൻ പറ്റില്ലേക്ക്. അല്ല കട ഒഴിഞ്ഞേ പറ്റൂന്ന്. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ, അത് മാറില്ല. നിങ്ങളിപ്പോ ഈ പറയണത് സംസാരിക്കണതിന്റെ കാര്യമൊക്കെ എന്താന്നൊക്കെ ഞങ്ങക്ക് മനസ്സിലായി. എന്നാ പിന്നെ അതെ എന്നാ പിന്നെ എന്താ വേണ്ടത് ഞങ്ങൾക്ക് അറിയാൻ. ഒഴിപ്പിക്കാനുള്ള മാർഗം ഞങ്ങൾ നോക്കും. ഓ ആയിക്കോട്ടെ. ശരി. അതെ അമ്മേ, ശീതള ഇറങ്ങില്ല എന്നാ പറയണത്. ഇറങ്ങല്ല എന്ന് പറയാൻ അവനാരാ? ഞാൻ അതല്ല, ശീതള ഇറങ്ങിയില്ലെങ്കിൽ മറ്റൊരു 2 പേര് ഇറങ്ങൂല. എവിടെ പോയ അവന്മാരെ വിളിച്ച് ഇറക്കടാ അങ്ങോട്ട്. എന്റെ മുതലാത് അല്ല നിന്റെ തന്നെ എന്തുവേണാ കേട്ടാ ഈ ഒരു വർത്താനത്ത് നിൽക്കണ്ട. തല്ലി തീർക്കണം. അതന്നെ അമ്മേ, രാത്രിക്കത്തെ ചോറിന്റെ അരി എനക്ക് വേണ്ട. ഞാൻ ജയിലിൽ വെച്ചു. എന്താ ചെറുക്കന് ഒരു മാറ്റില്ലല്ലോട്ടാ. പോയി ഇറക്കടാ. അച്ഛാ ഞങ്ങള് പൊക്കോളാം. അച്ഛൻ വരണം. ഞാൻ വരാന്ന്. അച്ഛൻ വരണ്ടാ. ഞാൻ വരാന്ന്. അച്ഛൻ വരണ്ടാതെ. വന്നോട്ടെ, ഒരു ആഗ്രഹമുണ്ട്. ചോദിക്കാന്ന് പറഞ്ഞ അകത്തേക്കാ പോണത്. ശീതളിന് അവിടെയുള്ളത് പുറത്തേക്കല്ലേ പോണ്ടത്. ഡ്രസ് മാറ്റണ്ടേ? അങ്ങനെ ഒരു ചൗര്യം ഇല്ല, ചൂടുമില്ല. നീ ഇതെന്തിനു പൂട്ടണത്? അവര് വിളിച്ചു പറഞ്ഞു കരുതിട്ട് പേടിച്ചിട്ട് പൂട്ടാൻ നിൽക്കുക. ഇവിടെ ഞാൻ തുറന്നിരിക്കുന്ന കാണാല്ലേ? നിങ്ങൾ തുറന്നിരിക്കണെന്ന് പറഞ്ഞത് ഈ മിഷണറി ആരും വെച്ചുകൊണ്ടുമില്ല. ഇത് പലചരക്കടെ 4 അരി പോയ കഴിഞ്ഞില്ലേ. സന്തോഷം ഇരിക്കേണ്ട ഒരു സമയത്ത് വെറുതെ പേടിച്ചിരുന്നിട്ട് എന്ത് പേടി എന്ന് പറയണത്? എന്തിനു വെറുതെ അവനവന്റെ മുതല് കളയണേ? എന്തിനു ബേജാറ് കാണിക്കുന്ന പിന്നെ നിങ്ങള്? സർക്കാർ പറഞ്ഞല്ലേ, നമ്മൾ തീരുമാനിച്ചല്ലോ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ മാർച്ച് 31 വരെ ഇത് പൂട്ടിയിടാനുള്ള പരിപാടിയാ? മാർച്ച് 31 വരെ പൂട്ടിയിടാന്നുള്ള എല്ലാ ഉദ്ദേശം. ഇന്നിപ്പോ പത്രത്തിൽ ഇതിൽ കണ്ട സ്ഥിതിക്ക് അവരെന്തായാലും വരും. അത് ഉറപ്പാ. ഉറപ്പല്ലേ? ആ വരുന്ന സമയത്ത് ഒരു വക്കാണത്തിന് തർക്കത്തിന് 4 സാധനം പിടിച്ചാണ്ട് പുറത്തേക്ക് ഇട്ട് അത് കണ നാശായി കഴിഞ്ഞാ പിന്നീട് ഹായി പോയി എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ മുതലും ഇവിടെ പോലേ. ആടാ, അവരിങ്ങോട്ട് വന്നോട്ടെ, ഞാനില്ല ഇവിടെ. ഒന്ന് കാണണല്ലോ. ഇന്ന് പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ ഒരു ന്യൂസ് വായിച്ച നീ? ഇത് മറ്റേ പിന്നെ കടമുറിക്കാർക്ക് വാടകക്കാർക്ക് ഇനി കടമുറി സ്വന്തമായിട്ട് എടുക്കാൻ പറ്റുന്നുള്ളതാ? സ്വന്തമായിട്ട് എടുക്കാൻ പറ്റുന്നുള്ളത്. പക്ഷെ അത് നടക്കില്ല. അതെന്താ 31-ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് എടുക്കാലോ? എങ്ങനെ എടുക്കാൻ പറ്റും? അല്ലാതെ നിയമല്ലേ, സർക്കാരിന്റെ അല്ലേ? സർക്കാരാണോ എന്റെ കടമുറി വെച്ചത് അച്ഛനല്ലേ? അല്ലേ? ഞങ്ങൾക്ക് 2-3 വാടകക്കാരുണ്ടല്ലോ. അവരിപ്പോ വിളിച്ചു പറഞ്ഞിട്ട് അവർ ഒഴിയുന്നില്ല. അവരൊഴിയോ ഞങ്ങളെ നോക്കട്ടെ. വടിയും കൊണ്ടൊക്കെ? വടിയും കൊണ്ട്. അടുത്ത പ്രാവശ്യം വാളും കൊണ്ടാവില്ല. വെട്ടൊന്ന് കണ്ടിട്ടുണ്ട്. അതാണ് മുനമ്പത്ത് തറവാട്ടാറ്. ആട്ടി കാണണ വാടാ. ഹലോ, ഡിസ്ട്രിബ്യൂട്ടറാണ്. സത്യശീലാണ്. എന്താ ഫംഗ്ഷൻ എന്താ? ശരി. എത്ര പേര് വേണം? 22. ഓക്കെ. അതിന് സപ്ലൈക്ക് വേറെ ആള് വേണ? ഒരു കാര്യം ചെയ്തോ, ഈ വന്ന ആളുകളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാം. കുഴപ്പമൊന്നുമില്ല. അവർക്കൊരു 100-200 വെച്ച് കൂട്ടി കൊടുത്താൽ മതി കേട്ടാ. ശരി. തീയതി ഡേറ്റ് എത്രയാ പറഞ്ഞേ? 16 അല്ലേ? ഓക്കെ. എത്തിക്കാം, കുഴപ്പമില്ല. ശരി, ഓക്കെ. ഉണ്ണി, 16-ാം തീയതി എഴുതിക്കോ. 16-ാം തീയതി 22 പേര്. നമ്മ ഇപ്പൊ 22 കൊടുക്കാന്ന് പറഞ്ഞ 16-ന്. 22. ഇതേ 16-ന് നമ്മ 33 ആളെ കൊടുക്കാന്ന് പറഞ്ഞു. 33 ആളെ ബാർപ്പ്, മെയിൻ ബാർപ്പിന് കൊടുക്കാന്ന് പറഞ്ഞല്ലോ. അതിനെന്താ? നമുക്ക് അത്ര ആളില്ലല്ലോ. നമുക്ക് 30 ആളല്ലേ ടോട്ടൽ ഇല്ലത്. അതെ, ബാക്കി ആളെ വിളിച്ചാ പോരെ. എന്തിനു റിസ്ക് എടുക്കുന്നല്ലോ ഒഴിവാക്കിയേ? എന്തിന് കൊടുക്കാല്ലേ? നീ അത് കണക്കൂട്ടണം. അപ്പൊ എത്രയായി? അപ്പം 33 ആളെ നമ്മ കൊടുക്കാന്ന് പറഞ്ഞത്. ഇപ്പൊ ഏറ്റത് 22. പറഞ്ഞോന്നാ? എത്രയാ പറ. കണക്ക് കൂട്ടുമല്ലോ. കണക്ക് കൂട്ട്.
എന്തിനാ ഈ കയ്യിന്റെ മുകളിൽ കൂട്ടാൻ മുതലാളി നിൽക്കുന്നത്? 22 22 33 എത്ര? ആ കയ്യിന്റെ മുകളിൽ കൂട്ടണ 45 എത്ര? 45. 22 33 45. അതെ. നീ എവിടുന്നാണ് കണക്ക് പിടിച്ചത്? എന്റെ മുതലാളി ഞാൻ മനക്കണക്ക് നിനക്ക് 6000 രൂപ ഞാൻ ശമ്പളം എണ്ണി തരുന്നതാണ്. വേറെ ആളെ കിട്ടും എനിക്ക്. 6000 രൂപ അല്ലേ? പിന്നെ ബാക്കിയുള്ള ആളുകൾ ആര് കൊണ്ട് കൊടുക്കണം അവിടെ? മുതലാളിക്ക് ഒരാള് 1000 മേടിച്ച് 500 കൊടുക്കുന്നു. അപ്പൊ ഇത്തിരി എത്ര പൈസ കിട്ടി മുതലാളി? 6000 രൂപ തീർന്നു. അതിന് ഇപ്പൊ കണക്കിലൊന്നും പ്രശ്നമില്ലേ? 33 34 35 36 37 38 39 40 40 42 43 10 കഴിഞ്ഞു. 10 പേരിലെതാ 10 പേരിലെതാ മുതലാളി. നീ ഇവിടുന്ന് എഴുന്നേറ്റ് പോടുന്നു എവിടേക്കെങ്കിലും. നിന്നെ കൊണ്ട് വേണ്ട, ഞാൻ വേറെ ആളെ വിളിച്ചോളാം. അങ്ങനെ പറയല്ലേ. പിന്നെ ഞാൻ എവിടെ പോണ്ടത്? എടാ ഇതിന്റെ എത്രയെടുത്ത് കണക്ക് കൂട്ടിയിട്ട് കൃത്യം കണക്ക് പറയാന്ന് എന്നോട്. മരക്കണക്കാ മുതലാളിയാ. മരക്കണക്കാകുമ്പോ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോകും. കണക്കൂട്ടണേ. എടാ 3 2 എത്ര? 3 2 എത്ര വരും? 3 2 എത്രയാണെന്ന് അറിഞ്ഞൂടെ? അറിയോ? എത്രയാണടാ 3 2? അത് എത്ര വരും മുതലാളി? ഏത് 3 2 5. 5. പിന്നെയും 2 3 വരുന്നു. അതെത്ര വരും? എടാ 3 2 ആണെങ്കിൽ പിന്നെ 2 3 അതും അറിഞ്ഞൂടെ നിനക്ക്? അതും 5 തന്നെ വരും. ആ 5. അപ്പൊ എത്രയായി? 55. ആ 55. പിന്നെ 10 ആളെ നീ കൊണ്ടുകൊടുക്കോടെ. മുതലാളി ചെറിയ ശമ്പളത്തിന് എത്ര കൊല്ലായിടെ പണിക്ക് നിൽക്കുന്നല്ലേ? അപ്പൊ 55. ഇപ്പൊ ശരിയായ കണക്ക്? ആ ഇപ്പൊ കണക്ക് എത്തായി. അതിൽ 30 ആള് നമ്മുടെ കയ്യിലുണ്ട്. ബാക്കി കഴിച്ച ആളെ ഞാൻ തരാം. മുതലാളി നമ്മുടെ ഈ അതിഥി തൊഴിലാളി കൊടുക്കുന്ന താമസഗുരും ചോറും ഉണ്ടല്ലോ, പോരാ. പക്ഷെ നല്ല കുറച്ച് വൃത്തി കൊടുത്തേ തിന്നോട്ടേറ്റിങ്ങ പണിയെടുക്കുന്നുണ്ടല്ലോ. ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ അരി കഴിഞ്ഞിട്ടുണ്ട്. ആ കാർഡ് അതിനകത്തുണ്ട്, എടുത്തേ. ഇരുണ്ടാ? ആ പോയിട്ട് റേഷൻ വാങ്ങി വരട്ടെ. ചോന്ന കാർഡ്. ആ ചോന്ന കാർഡ്. നമ്മളെ മുഖതാവര് മുതലാളി ദരിദ്രൻ, എനക്ക് വെള്ളക്കാർഡ്, ഞാൻ സമ്പന്നൻ. 10 പൈസയില്ല. ഉമ്മ ചാർജർ എന്തേ ഞാനിവിടെ കുത്തിവെച്ചത്? ചാർജർ എന്തേന്ന് ഫോണിന്റെ? ഇങ്ങോട്ട് എടുക്ക, അത് ഇതിൽ വെക്കട്ടെ. അത് തന്നെ. ആ ദിവാരേട്ടാ, ഞാനേ നമ്മളെ കോയക്കന്റെ മോൻ പ്യാരി ദുബായിക്ക് പോവാണല്ലോ. ഓനെ യാത്ര അയക്കാൻ വേണ്ടി വന്നാ. നിങ്ങൾ പാർട്ടീനെ വിടല്ലേ കേട്ടോ, ഞാൻ അങ്ങോട്ട് വരാം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. എപ്പോഴാണ് പ്യാരിക്ക് ഫ്ലൈറ്റ്? 4 മണിക്കാണ്. 4 മണിക്കാ? 3 മണിക്കൂർ മുമ്പ്. അപ്പൊ ഇറങ്ങാനുള്ള നേരമായി. എന്താ നിങ്ങളെ മുഖത്തൊരു വിഷമോ? കോയക്കാ അങ്ങനെ ബേജാറാവില്ലെന്ന്. ഓൻ കുടുംബം നോക്കാൻ വേണ്ടി പോവുകയല്ലേ ദുബായിക്ക്. നല്ല മൊയ്തോ, എന്റെ കുട്ടറെ ഗതികേടോണ്ട് പോവാണ്. അങ്ങനെ പറയില്ലേ. ഒരു 10 വയസ്സൊക്കെ അവനെ സഹായിക്കാൻ പറ്റില്ല. എന്തുമാതിരി എന്റെ കുടുംബം നോക്കിയായിരുന്ന ഞാൻ നിങ്ങൾക്കൊക്കെ അറിയാലോ. ആ ഒരു വീഴ്ചയില് ഒക്കെ പോയി. ഉള്ള പേരെയും വിറ്റ് ഇനിയിപ്പൊ ആകെയുള്ള കടപ്പാടതാണ്. അതേ നിങ്ങൾ വിശ്രമിക്ക. ഇനി ഓനാണ് പെരയിലേക്ക് നയിച്ചുകൊണ്ടിരണ്ടേ, അതിനാണ് പോവാൻ പോണത്. അങ്ങനെ ചിന്തിക്ക്. ഇതുള്ള പണ്ടും പാനൊക്കെ വിറ്റ് പെറുക്കിട്ടാണ് ഇപ്പൊ എന്റെ കുട്ടീനെ വിടുന്നത്. ഇതും കൂടി നടന്നില്ല അച്ഛാ, ഈ കടപ്പാടും കൂടി പോകും. അങ്ങനൊന്നും പറയില്ലേ. പഠിച്ചോ നമ്മളെ കൂടെ ഉണ്ടാവോ? ഓനാടെ പോയിട്ട് നല്ലൊരു പണിയൊക്കെ കിട്ടി നമുക്ക് വീടൊക്കെ ഒന്ന് മാറ്റിക്കാളണം അല്ലേ? കാര്യേ ഇറങ്ങാനായില്ലേ? അതെ ഇറങ്ങണ വണ്ടി. അതെ ആടെ 3 മണിക്കൂർ മുൻപ് എത്തണ്ടേ? ഈ ഉമ്മ എല്ലാ സാധനങ്ങളും എടുത്തു വെക്കണം, വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ട്. അതേ മറക്കാണ്ടക്കേണ്ടത് പാസ്പോർട്ടും വിസയാണ്. അത് എടുത്തിട്ടുണ്ടല്ലോ. അത് ബാഗിലെടുത്ത് വെച്ചാ ബാക്കി അച്ചാറും പലഹാരമൊക്കെ മറന്നില്ലെങ്കിലും കുഴപ്പമില്ല. സൂറത്താ ഇങ്ങനെ വിഷമിക്കല്ലേ നിങ്ങള്. ഓൻ കുടുംബം നോക്കാൻ വേണ്ടി പോവുകയാണ്, അല്ലാണ്ട് ജോലിക്ക് ടൂർ പോവുകല്ലോ. സമാധാനപ്പെടും. ഞാൻ ജോലിക്കല്ലേ പോണത്. അതാണ്. സമാധാനത്തിരിക്ക്, സങ്കടപ്പെടുത്തല്ലേ. അപ്പൊ പിന്നെ അറിഞ്ഞ ഞാൻ വരുന്നുണ്ട് എന്റെ കൂടെ കേട്ടോ. ഇത് ഞാൻ വിളിച്ചോളാം. ഇല്ല ഞാൻ നടന്നു വണ്ടിയിലേക്ക് വെക്കത്. പിന്നെ സുഹൃത്താ നേലോളിക്കല്ലേ നിങ്ങളെ ഈ പണ്ടവും കൗത്തലൊന്നും ഇല്ലാന്ന് വെച്ചിട്ട് ഇങ്ങനെ മൂടി പോച്ചൊന്നും നിൽക്കണ്ട. ഓളെ ആയിഷേ അവിടെ കുറച്ച് പണ്ടെടുത്ത് വെച്ചിരിക്കണം.
മുക്കിന്റെ വണ്ടാണ് അത് കിട്ടാ മതി. ഓൻ 5-6 മാസം കഴിഞ്ഞ് വരുമ്പോ ഇങ്ങക്കുള്ളത് കൊണ്ടുവരൂലേ കേട്ടോ. ഞാൻ പോട്ടെ, ഞാൻ ഓൻ അവിടെ യാത്രയ്ക്ക് വരുള്ളൂ കേട്ടോ. ആ കേട്ടില്ലേ? ജോർജ് അപ്പച്ചനിപ്പോ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, പ്രായത്തിന്റെ ആ ഒരു ശരി. ഹലോ, അരിയുണ്ട്, ഗോതമ്പുണ്ട്. അയ്യോ പച്ചരി ഇല്ല, പച്ചരി വന്നാ അറിയിക്കാം. ശരി ശരി. ഇതിന് ഇങ്ങോട്ട് വന്നിനി. അമ്മ പറഞ്ഞിട്ടാ മീൻ വാങ്ങാൻ പൈസ തരാൻ പറഞ്ഞു. ഇന്നലെ 150 ഉറുപ്പിക മനസ്സില്ലേ? 1.5 കിലോ. അത് ഇന്നലല്ലേ? ആ അത് കഴിഞ്ഞു. അതല്ല അരി നിന്ന് നീ അല്ലേ? നീ മനസ്സിലുണ്ടോ പോയിട്ട്? ഇന്ത്യയിൽ ഇടുന്ന പൈസ പൈസ ഉണ്ടാക്കണം പോയിട്ട്. രണ്ടാളാടി ഇരുന്ന് തിന്നില്ല നിന്റെ അമ്മയും നീയും. പൈസ തരണം, അമ്മ പറഞ്ഞതാ. ആ എൻ്റെ അടുത്ത് പൈസ ഒന്നുമില്ല. പഠിക്കാൻ പോയാ പഠിക്കൂല. നീ പഠിക്കാൻ പോയിട്ടില്ലേ? എന്നിട്ടെന്തായി? അത് തോറ്റുപോയി. എങ്ങനെ തെറ്റ്? ടീച്ചർമാരെ തോപ്പിച്ചു. പഠിക്കാണ്ട് ടീച്ചറെ +2 പാസ്സാക്കൂടാ. അപ്പൊ അതൊന്നല്ല, പൈസ തരുമോ? ഇപ്പൊ പൈസ ഇല്ല എൻ്റെ അടുത്ത്. അപ്പൊ അച്ഛൻ ഉച്ചയ്ക്ക് ഇടുന്ന ചോറിനാ ഞാൻ ഓട്ടം കഴിച്ചോളൂ. നീ പോയാനടുത്ത്. അപ്പൊ ഞാനും അമ്മയാ? നീ അമ്മയെ പട്ടി നടന്നോ? ഇപ്രായത്തിലെ മക്കളോട് ഇങ്ങനെ പെരുമാറണം ദൈവം ചോദിച്ചോളൂ കേട്ടോ. ആ ദൈവം ചോദിക്കും. ദൈവത്തോട് ഞാൻ പറഞ്ഞോളൂ. നീ പോട്. നല്ല പണിക്കാരനാ. ആ ഉപ്പും മുളകും കൂടിയിട്ട് കുടിക്കും. എന്തെന്ന് ഇന്നലെ 1.5 കിലോ മത്തി മേടിച്ചിനാ. എന്താ രാഘവട്ടത് ഭയങ്കര മോശമാണ്. എന്ത് മോശം? നിങ്ങളെ മോനല്ലേ ഇരുന്നിരുന്ന് കിട്ടിയ ഒരു ചെറുക്കനല്ലേ ഉള്ളൂ. നിങ്ങൾ ഉരുളി കമഴ്ത്തിട്ടുണ്ടായതല്ലേ ഇത്? ആ ഇപ്പൊ തോന്നുന്നു ഉരുളി കവുത്തണ്ടായിരുന്നു. എല്ലാം ഇതായി പോയി. ഇപ്പൊ ഉരുളി കമഴ്ത്തി പോയി ചെറുക്കൻ വന്നു പോയില്ലേ? അതിനെ തീറ്റി പോറ്റണ്ടേ? പഠിക്കേണ്ട സമയത്ത് ഈ പ്രായത്തില് പിള്ളേര് കഴിക്കുന്നേ എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കണ്ടേ? ആദ്യം ഒന്നും തിന്നൂല 1000 കോര്. ഇപ്പൊ അങ്ങ് തീറ്റി എന്ന് പറഞ്ഞ ഒരേ തീറ്റാണ്. അവന്റെ പ്രായം അതാണ്. കഴിക്കേണ്ട പ്രായമാണ്. ഞാനല്ലേ ഈ പ്രായം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിനി. എന്താണിത്?